അങ്ങനെ ഇവിടെ CCTV ചെക്ക് കല്യാണി മാത്രം കണ്ട് CPമാര് മാത്രം പറയുന്നത് പ്രവർത്തകരെ എല്ലാം ആ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവങ്ങളുടെ ബാക്കിയാണത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്നലെ രാത്രി മന്ത്രി തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയപ്പോഴും ABVP പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്നിപ്പോൾ കണ്ടത്. ഈ രാജ്ഭവനിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധമാണ് ABVP ഈ ഭാരതാംബ വിഷയം സഭ നടത്തുന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയ സഭയോട് കാണുന്നത്. ഇത് രാജഭവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണല്ലേ അവർ ABVPക്കാർ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ PMCയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ അവിടെ പറഞ്ഞു, സമരം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസിന് മുന്നിലെത്തിക്കാണ് സമരം നടത്തേണ്ടത്. അവർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല SFIക്കാർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു, KSU തന്നിട്ടുണ്ടായിരുന്നു, AISF തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേന്ദ്രമന്ത്രിയെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവർ 1500 കോടി രൂപ തരാൻ തയ്യാറല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യമാണെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിലാണ്. അതൊക്കെ ജനാധിപത്യ പ്രക്രിയയിൽ സമരമൊക്കെ ഉണ്ടല്ലോ. ആ സമരം ചെയ്യാൻ അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ടല്ലോ, ജനാധിപത്യപരമായിട്ടുള്ള. അതിലൊന്നും നമ്മൾ സമരം ചെയ്യണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ.